അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മസീഹ് ദജ്ജാലിനെ സ്വീകരിക്കാൻ ഇസ്രായേൽ രാഷ്ട്രം ഒരുങ്ങുന്നു എന്നത്. അതിനെക്കുറിച്ചാണ് ഒരല്പസമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജൂതന്മാർ, അഥവാ നമ്മൾ യഹൂദികൾ എന്ന അറബി പറയുന്ന ജൂതന്മാർ, അവർ മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയും ഉൾപ്പെടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ അലൈഹി സ്വലാം എന്നിവരൊഴിച്ചുള്ള പ്രവാചകന്മാരെ ബഹുമാനിക്കുന്നവരാണ്. വിശ്വാസപരമായ വ്യതിയാനങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ള വേറെ പ്രശ്നം, എന്നാലും ബഹുമാനിക്കുന്നവരാണ്. ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാമിനെ വരെയുള്ളവരെ ബഹുമാനിക്കുന്നു, പക്ഷേ ഈസാ അലൈഹി സ്വലാമിനെ അവർ ദൈവപുത്രനായി കരുതുന്നു. മുസ്ലിങ്ങൾ ആദ്യ നബി മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവരെ മുഴുവനും മാനിക്കുന്നു, അവരെ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നു. ഇപ്പോൾ ജൂതന്മാർ അവർ ചർച്ച ചെയ്യുന്ന വിഷയം, അവർക്കൊരു ടെമ്പിൾ സുലൈമാൻ നബി പണിതിരുന്നു, അഥവാ ഫസ്റ്റ് ടെമ്പിൾ. അത് അവരുണ്ടായിരുന്ന സോളമൻ ടെമ്പിൾ എന്നാണ് അവർ പറയുന്നത്. അത് ജെറൂസലമിൽ ആണ്. ജെറൂസലം എന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ജെറൂസലം എന്ന ആ ടെമ്പിൾ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. നമ്മൾ മോസ്റ്റിൽ അക്സസ് ചെയ്യുന്ന ആ നഗരം തന്നെ. അത് അന്ന് അവർ പണിതിരുന്ന ആ അവരുടെ സോളമൻ ടെമ്പിൾ പിൽക്കാലത്ത് BC 6-ാം നൂറ്റാണ്ടിൽ നെബുഖദ്നസർ രണ്ടാമൻ എന്ന ബാബിലോണിയൻ ചക്രവർത്തി പറ്റ തകർത്ത് തരിപ്പണമാക്കി. അവരെ ബാബിലോണിയയിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് അവർ അത് പുതുക്കിപ്പെടുന്നു. റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് ആണ് പിന്നീട് രണ്ടാമത് അവർ നിർമ്മിച്ച ആ ടെമ്പിൾ തകർത്തത്. അതിനുശേഷം പിന്നീട് വിലാപം എന്ന പേരിൽ അവർ ദുഃഖിതരാണ്. അതിനാൽ അവർ അതിനെ ആരാധിക്കുമ്പോൾ ഈ ജെറൂസലമിലെ വിലാപമതിൽ എന്നറിയപ്പെടുന്ന വെയിലിംഗ് വാളിൻ്റെ അടുക്കൽ എന്ന് ആ പേരിന് വരാൻ കാരണം ശരിക്കും ഈ അവരുടെ ആ ടെമ്പിൾ തകർത്തു പോയി എന്നുള്ളതിന് കാരണത്താലാണ്. ഇനി അത് വീണ്ടും പുതുക്കിപ്പണിയണം. ആ പുതുക്കിപ്പണിതിനെക്കുറിച്ച് അതേ വലുപ്പത്തിലും ആ രൂപത്തിലും തന്നെ പുതുക്കിപ്പണിയണം. അത് ബൈബിൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ അതിനെക്കുറിച്ച് അതിൻ്റെ വലുപ്പം കൃത്യമായി പറയുന്നുണ്ട്. അത് പറയുന്നത് എസക്കിയേൽ 43 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലാണ് ആ ദേവാലയത്തിൻ്റെ വലിപ്പം കൃത്യമായി പറയുന്നത്. അതിൻ്റെ ഓരോ റൂമിൻ്റെ വലിപ്പവും അതിൻ്റെ വാതിലിൻ്റെ വലിപ്പവും അങ്ങനെ എല്ലാം വളരെ വിശദമായി അതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് പറയുന്നുണ്ട്. അത് പ്രകാരം ഒരു ടെമ്പിൾ വീണ്ടും അവർക്ക് വീണ്ടും തുടങ്ങണമെന്നാണ്. അത് പുതുക്കി പണിയണമെങ്കിൽ അവർക്ക് അതിലത്തെ ഓരോ കല്ലും അതിനു വേണ്ടി വെക്കുന്ന കല്ലുകളും അതിൻ്റെ ഓരോന്നിൻ്റെ ഉണ്ടാക്കുന്ന ടൂൾസും എല്ലാം ഉൾപ്പെടെ ഒരു വിശുദ്ധമായ ചാരത്തിൽ അത് ശുദ്ധീകരിക്കണം. ആ ചാരം എന്നത് ഒരു ചുവന്ന പശുവിനെ ബലി കൊടുത്തിട്ട്, അഥവാ യാഗം നൽകിയിട്ട് അതിനെ ചുട്ടിട്ട് അതിൻ്റെ ചാരത്തിലായിരിക്കണം ഇത് ശുദ്ധീകരിക്കേണ്ടത് എന്നാണ് അവരെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വിശദീകരിച്ചിരിക്കുന്നത്. അത് പ്രകാരം ഒരു പുരോഹിതൻ ഇതൊക്കെ ചെയ്യണം. അതിനുവേണ്ടി അവർ ഈ പശുവിനെ അറുക്കണം, ഒരു ചുവന്ന പശു ആയിരിക്കണം എന്ന വിശദീകരണം ബൈബിളിലെ സംഖ്യ 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലാണ് വിശദീകരിക്കുന്നത്. അതിനുവേണ്ടി അവർ അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിൽ നിന്ന് കുറേ ചുവന്ന പശുക്കളെ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിർത്തിയപ്പോൾ അതിൽ ചിലതിൻ്റെ പുറത്ത് ചുവന്ന രോമത്തിൻ്റെ ഇടയിൽ കുറച്ച് കറുത്ത രോമം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടി വന്നു ആ പശുക്കളെ. പക്ഷേ എന്നാലും അതിൽ മുഴുവൻ ചുവന്ന രോമങ്ങളുള്ള പശുക്കൾ ഇനിയും ബാക്കിയുണ്ട്. അതിലൊരു പശുവിനെ അവർക്ക് അറുക്കണം. ഈ ഡിസ്ക്വാളിഫൈ ചെയ്ത ആ പശുവിനെ അവർ അറുത്തു. അതിനവർ ബലി നടത്തി. ആ ബലി നടത്തി അതിൻ്റെ ചാരം കൊണ്ട് റിഹേഴ്സലായിട്ട് ഇതവർ ചെയ്തിട്ടുണ്ട്. ഈ ശുദ്ധീകരണത്തിന് പ്രക്രിയയുടെ റിഹേഴ്സൽ. അത് കാരണം നേരത്തെ റിഹേഴ്സൽ നോക്കണം. ഇനി അതിനെ മുഴുവൻ ചുവന്ന ഒരു പശുവിനെ അത് യാഗം നടത്തണം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത്. അത് നടത്തി കഴിഞ്ഞ് ക്ലിയറാക്കി കഴിഞ്ഞാൽ പിന്നെ 7 കൊല്ലം എടുക്കും ആ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞ ശേഷം അവരെ തേർഡ് ടെമ്പിൾ പണിയാൻ ഏകദേശം 7 കൊല്ലത്തോളം. അത് പണിയണമെങ്കിൽ അവർക്ക് എവിടെ സ്ഥലം? അവരുദ്ദേശിക്കുന്നത് മസ്ജിദുൽ അക്സ നിൽക്കുന്ന അതേ കോമ്പൗണ്ടിൽ തന്നെയാണ്. പക്ഷേ അത് വലിയ സംഘർഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാക്കും. അത് അസാധ്യമാണ് എന്നതിനാൽ ആ കുന്നിനോട് ചേർന്ന് കിടക്കുന്ന മൗണ്ട് ഒലീവ് എന്നറിയപ്പെടുന്ന ഒരു കുന്നുണ്ട്, ജെറൂസലമിൽ തന്നെയാണ്. ഈ നേരെ നോക്കിയാൽ കാണുന്ന തൊട്ടടുത്ത് തന്നെ ഇടയിൽ ചെറിയൊരു റോഡും കൂടി ഉണ്ട് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ അതേ ടെമ്പിൾ മൗണ്ടിൻ്റെ അടുത്ത് അവിടെ ജൂതന്മാർക്കുള്ള ഖബറിടമുണ്ട്. അതിനോട് ചേർന്ന് ഉള്ള ഒഴിവുള്ള ആ സ്ഥലത്താണ് അവർ ഈ
ഇത് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അത് പണിത് കഴിഞ്ഞാൽ ആണ് മിശിഹ വരും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മിശിഹ എന്നാൽ അവർ ലോക നേതാവായിട്ട്, അവർക്ക് ലോകാവസാനം വരെ പിന്നെ ജൂതന്മാർക്കാണ് ലോകത്തിൻ്റെ ആധിപത്യം കിട്ടുക. ആ രൂപത്തിൽ അവരുടെ ഒരു നേതാവായിട്ട് ആണ് അവർ മിശിഹയെ കരുതുന്നത്. ഇതാണ് ഇപ്പോൾ സംഭവം നടക്കുന്നത്. ഇനി ഈ പ്രശ്നത്തിൽ ക്രിസ്ത്യൻസ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ മിശിഹ വരും എന്ന് ജൂതന്മാർ പറയുന്ന സ്ഥാനത്ത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, ഇവിടെ ഭൂമിയിൽ ഒരിക്കൽ വന്നുപോയി 33 വർഷം ഇവിടെ ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയി നിന്നു. അത് മോണ്ടോലീവിൽ നിന്ന് തന്നെയാണ് ചെയ്തത്, ആകാശത്തേക്ക് ഉയർന്നത്. അവിടെ സലാഹുദ്ദീൻ അയ്യൂബ് പിൽക്കാലത്തുണ്ടാക്കിയ ഒരു ഡോമുണ്ട് അവിടെ. ഇനി അത് വീണ്ടും ഇപ്പോൾ ജൂതന്മാർ വരുന്നതിന് ഇവർ ക്രിസ്ത്യൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് യേശുവിൻ്റെ വരവായിരിക്കും എന്നാണ് ഈ മിശിഹയുടെ വരവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യേശുവിൻ്റെ വരവാണെന്നാണ് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ പ്രശ്നത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മെമ്പറിൽ ഇരുന്നുകൊണ്ട് നടത്തിയൊരു ദീർഘമായ പ്രസംഗത്തിൽ മസീഹ് ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ മസീഹ് ദജ്ജാലാണ് ഇപ്പോൾ ഈ രണ്ട് കൂട്ടരും പ്രതീക്ഷിക്കുന്ന യഥാർത്ഥത്തിൽ. അത് ക്രിസ്ത്യൻസിന് തെറ്റുപറ്റിയതാണ് ശരിക്ക്. കാരണം യേശുവാണെന്ന്, യേശുവിന് എതിരായി വരുന്ന ആൾ എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയാം. അത് മലയാളികൾ വായിച്ചപ്പോൾ അന്തി ക്രിസ്തു എന്നായി. ശരിക്ക് അതാണ് മിശിഹ എന്നവർ പറയുന്നത്. മിശിഹ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മിശിഹ ആരാണ്? മസീഹ ആരാണ്? ഈസാ അലൈഹി സ്വലാം. അപ്പം വ്യാജ മസീഹ് ആയി വരുന്ന ഒരാളാകുമ്പോൾ അറബിയിൽ എന്താ പറയുക? വ്യാജ മസീഹ്. വ്യാജ ഡോക്ടർക്ക് എന്താ പറയുക? തൊബീബ് ദജ്ജാൽ എന്നല്ലേ ആണ് പറയേണ്ടത്. അതായത് വ്യാജൻ എന്നർത്ഥം. അപ്പോൾ അവർ ഒരിക്കലും പിന്നെ ഈ ദജ്ജാൽ എന്ന വാക്ക് ഉപയോഗിക്കില്ല ജൂതന്മാർ, വ്യാജം യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ മസീഹ് ദജ്ജാൽ വരും. അവൻ്റെ ലോകം മുഴുവൻ മക്കയും മദീനയും ഒഴിച്ച് ബാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം നാശങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മക്കയും മദീന ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും ലോകത്ത് അവൻ പോകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദീർഘമായ ആ ഹദീസിൽ പറഞ്ഞു. അത് സ്വഹീഹ് മുസ്ലിമിൽ ആ നവാസ് ബിൻ സമ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അതിൽ അങ്ങനെ ലോകം മുഴുവനും എത്ര കാലം നബിയെ ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അത് 40 ദിവസം. സാധാരണ ദിവസങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അതിൽ ഒരു ദിവസം ഒരു വർഷം, ഒരു ദിവസം ഒരു മാസം, ഒരു ദിവസം ഒരാഴ്ച, ബാക്കി സാധാരണ ദിവസങ്ങൾ പോലെയാണ്. 434 ദിവസം ഏകദേശം വരും നമ്മൾ അത്രയും ദൈർഘ്യമുള്ള കാലഘട്ടം എന്നർത്ഥം. അതെങ്ങനെയാണ് ഒരു ദിവസം ഒരു വർഷം പോലെ എന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ഇപ്പോൾ നമുക്ക് വിശദീകരിക്കാനുള്ള നമുക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത് സഹീഹ് ഹദീസിൽ. അങ്ങനെ വന്ന് നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അവൻ്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വലം കണ്ണിന് അവന് കാഴ്ചയുണ്ടായിരിക്കില്ല. അത് ഒരു മുന്തിരി വെള്ളത്തിൽ തുറച്ച് നിൽക്കുന്ന പോലെ അവൻ്റെ കണ്ണ് തുറച്ചിരിക്കും. അവൻ്റെ മുടി ജടകുത്തിയ ഒരു യുവാവാണ് അവൻ. ഖുറാസാനിൽ നിന്നാണ് അവൻ പുറപ്പെടുക. അത് ഇറാനിലൊരു സ്ഥലമാണ് ഖുറാസാൻ. അവൻ്റെ കൂടെ 70,000 ജൂതന്മാരുണ്ടായിരിക്കും. അങ്ങനെ അവൻ ഈ ലോകത്ത് മുഴുവൻ നാശങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയമാകുമ്പോൾ അവനെ വധിക്കാൻ അള്ളാഹു മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തും. അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഡമാസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വെള്ള മിനാരത്തിനടുക്കൽ 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് 2 നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മറിയമിൻ്റെ മകൻ മസീഹ് ഈസ അലൈഹിസ്സലാം ഈ ലോകത്ത് അവതരിക്കും. അത് സുബഹി സമയത്താണ് അവിടെ ഇപ്പോഴും ആ ഡമാസ്കസിലെ മസ്ജിദുൽ നബവിയുടെ ആ പള്ളിക്ക് ആ മിനാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലത്ത് ലോകത്ത് പള്ളികൾക്ക് മിനാരം തന്നെയല്ല, പിൽക്കാലത്താണ് ഉണ്ടായത്. ആ മിനാരത്തിന് മനാർത്ത ഈസ എന്നാണ് പറയുക. ഞങ്ങൾ യാത്രയിൽ അവിടെയും പോയിരുന്നു ആദ്യത്തിൽ. പിന്നെ കലാപുണ്ടായപ്പോഴാണ് സിറിയയിലേക്ക് പോകാത്തതെന്ന്. അവിടുന്ന് പിന്നീട് ഈ സുബഹി നമസ്കാരത്തിൽ ഭരണാധികാരി, മറ്റുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ആ ഭരണാധികാരിയാണ് മഹ്ദി എന്നാണ്. അവിടെ സുബഹിക്ക് ഇമാം. ആ മൗമുമായിട്ട് ഈസാ അലൈഹി സ്വലാം നമസ്കരിച്ച ശേഷം വാതിൽ തുറക്കൂ എന്നാവശ്യപ്പെടും. ഞാൻ ആ വാതിൽ തുറന്ന് നോക്കിയിട്ടുണ്ട് അവിടെ യാത്ര പോയപ്പോൾ. അവിടെ ഡമാസ്കസിൽ മെയിൻ റോഡ് എന്നുള്ള സബ് റോഡുണ്ട്. ഈസാ നബി അവിടെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നു. ഈസാ വാതിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇമാമിൻ്റെ ഭാഗത്തേക്കുള്ള വാതിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റേ ഓപ്പോസിറ്റ് വാതിൽ തുറന്നിട്ടല്ലേ എല്ലാ പള്ളിയിലും ആൾക്കാർ വരുന്നത്. ആ വാതിൽ തുറന്ന വാതിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും അങ്ങനത്തെ ഒരു വാതിൽ ആ പള്ളിക്ക് ഉണ്ടാവും ഇമാമിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അവനെ പിന്തുടരും കൊല്ലാൻ വേണ്ടി. അവർ 2 കാരണത്താൽ അവൻ രക്ഷപ്പെടും. ഒന്ന്, അവൻ ഒറിജിനൽ മസീഹാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ യഥാർത്ഥ മസീഹ് വരുമ്പോൾ അവന് വ്യാജ മസീഹാണെന്ന് ലോകത്ത് മനസ്സിലാവും. അവൻ്റെ അനുയായികളായ ജൂതന്മാരും കൂടി അവർ രക്ഷപ്പെടും. എവിടേക്കാണ് രക്ഷപ്പെടുക? അവർക്ക് ഏറ്റവും അനുകൂലമുള്ള രാഷ്ട്രം ജൂതരാഷ്ട്രമല്ലേ, ജൂതന്മാരുടെ ജൂതന്മാരായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവർ ലുദ് എന്ന സ്ഥലത്തെത്തും. ലുദ്ദിൻ്റെ കവാടത്തിൽ വെച്ച് അവനെ കൊല്ലും. അതാണ് ഹദീസിൽ ബാബി ലുദ് എന്ന് ഉപയോഗിച്ച്. ആ ബാബി ലുദ് യഥാർത്ഥത്തിൽ ആ കവാടം ഇതിൻ്റെ ജെറൂസലമിൽ നിന്ന് ടെലവീവിലേക്കുള്ള റോട്ടിൽ ഉള്ള ബെൻഗുറിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണ് ബാബി ലുദ്. അവിടെ വെച്ചാണ് വധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാൾ വധിക്കും. അതിനുശേഷം ഈസാ അലൈഹി സ്വലാം 7 കൊല്ലം ഭരിക്കും. ഈസായ്ക്ക് ശേഷം ഈസാ അലൈഹി സ്വലാം പിന്നീട് ഉൾപ്പെടെ ഉള്ള എല്ലാവരും മരണപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വധം ഉള്ള സംഭവം ഈസാ നബി വരും വധിക്കുമെന്നും ജൂതന്മാർക്കറിയില്ല. അതുകൊണ്ട് മിശിഹ വരും, അത് ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അതിനുവേണ്ടിയാണ് അവർ ഇപ്പോൾ ഈ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രതീക്ഷയിലാണ് അവർ. അതിനുവേണ്ടി കളം ഒരുക്കാൻ അവർക്ക് അനുകൂലമായി കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്
ആ കാര്യത്തിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ടെമ്പിൾ ആയിട്ട് പ്രത്യേക ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു സംഘടനയുണ്ട്. അതിന് ഇസ്രായേൽ ഗവൺമെൻറ് സഹായിക്കും, മറ്റുള്ള ജൂതന്മാരായ കുറേ ആൾക്കാർ ധനികന്മാർ സഹായിക്കുന്നുണ്ട്, അമേരിക്ക സഹായിക്കുന്നുണ്ട്, എല്ലാം കൂടിയാണ് അവരെ ഉദ്ദേശം. ഇത്രയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ചർച്ചാ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയാൻ നമുക്കുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.